ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ, പ്രത്യേകിച്ച് ഗേൾസിന്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലൊരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു A3 സൈസുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പേപ്പർ ലിപ്പിൻ്റെ ഷേപ്പിൽ ഞാനിത് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു ഗ്ലിറ്റർ ഷീറ്റ് നമ്മൾ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. ലിപ്പിൻ്റെ ഷേപ്പ് അത് ഒന്ന് ചെറുതും ഒന്ന് അതിനെക്കാട്ടും കുറച്ചുകൂടെ വലുതുമായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ സൈസിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഉള്ളത് കുറച്ച് സൈസ് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് അതുപോലെ ഒരു സിബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വലിയ സിബൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെങ്ത്തിൽ ഫുള്ളായിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം എൻ്റേത് ചെറുതായതുകൊണ്ട് ഞാൻ ആ ഒരു സൈസ് അവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോർഷൻ അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പലർക്കും വെക്കേഷൻ ആയിരിക്കും അല്ലേ, പിന്നെ ഒരുപാട് പേർക്ക് ക്ലാസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ വെക്കേഷനിൽ ക്ലാസ്സൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പം എന്തെങ്കിലും നമ്മുടെ വെക്കേഷനിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വെക്കേഷനിലേക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് ഈ ഒരു ലിപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സിപ്പ് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ തിരിഞ്ഞു പോകാതെ നോക്കുക നമ്മളത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെ യൂസ് ചെയ്യുക. കാരണം ഫോം ഷീറ്റിൽ എല്ലാ ഗ്ലൂ ഒന്നും സ്റ്റിക്ക് ആവണം എന്നില്ല. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ തന്നെ വേണം. ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യുക. ഇനി അടുത്ത പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സിപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. എനിക്ക് പണി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു വട്ടം ചെയ്തിട്ട് പിന്നെ ഈ ഒരു പണി കിട്ടിയത് കാരണം ഞാൻ അതിൽ പണിയെടുത്തപ്പം ഈ ഫോം ഷീറ്റ് ഫുള്ള് കീറി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ആ ഒരു വലിയ ആ ഒരു ലിപ്പിൻ്റെ ഷേപ്പ് ഫുള്ള് സൈഡിലായിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ കുറച്ച് വൃത്തിയിൽ തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം ഞാൻ ഗ്ലൂ തന്നെ അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാട്ടോ സ്റ്റിക്ക് ചെയ്തത്. അതാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ ഇതാ ഫുള്ള് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫോം ഷീറ്റ് പ്ലെയിന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കഴിഞ്ഞ മാസത്തെ ടോപ്പ് കമൻറ്ററിനുള്ള ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ടോപ്പ് കമൻറ്ററിന് ഗിഫ്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മാർച്ചിലെ ടോപ്പ് കമൻറ്ററിനുള്ള ഗിഫ്റ്റ് ഉണ്ട്. അപ്പം അത് ആരാന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ April 1 തന്നെ അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അതിന് ഓർഡർ ചെയ്ത ഗിഫ്റ്റ് എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഓൺ ദ വേ ആണ്. അപ്പോൾ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് കുറച്ച് ലേറ്റ് ആയത്. അങ്ങനെ പിന്നെ അത് ഫുൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിതിങ്ങനെ മറച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ അത് ഫോം ഷീറ്റാണല്ലോ, അപ്പോൾ അധികം ബലം പിടിച്ചാലൊക്കെ അത് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ട് തന്നെ അത് ഇതുപോലെ മറച്ചെടുക്കുക. ഇനി ഞാനിതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു റിബണും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്.
ലാസ്റ്റ് കുറച്ച് പേളും കൂടെ അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേരം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ലിപ് ഷേപ്പിലുള്ള മേക്കപ്പ് ബോക്സാണ് നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ മേക്കപ്പ് പൗച്ച് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അർജൻറ്റുള്ള 1-2 സാധനങ്ങളോ അങ്ങനെ കുറച്ച് ഒരുപാട് സാധനങ്ങൾ കുത്തി നിറയ്ക്കാനല്ല, അർജൻറ്റായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇപ്പം ബാഗിലോ അങ്ങനെയൊക്കെ അർജൻറ്റായിട്ടൊക്കെ എടുക്കാനും ഒക്കെ നമുക്ക് വളരെ യൂസ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേക ഗേൾസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.